നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. ഐറിഷ് സർക്കാരിന് മുന്നറിയിപ്പുമായി സെൻട്രൽ ബാങ്ക്. ഐറിഷ് സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റ് അവതരണം അടുത്തിരിക്കെ മുന്നറിയിപ്പുമായി സെൻട്രൽ ബാങ്ക്. അധിക തുക ബജറ്റിൽ ചിലവഴിക്കരുതെന്നാണ് സെൻട്രൽ ബാങ്കിന്റെ മുന്നറിയിപ്പ്. ഡാനിയൽ അരൂബോസിന്റെ തിരോധാനത്തിൽ തുടർ പരിശോധന. ഡാനിയൽ അരൂബോസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അസ്ഥികൾ ലഭിച്ചിടത്ത് തുടർ പരിശോധന നടത്തും. നോർത്ത് ഡബ്ലിനിലെ ഡൊണബേറ്റിൽ കൂടുതൽ മൃതദേഹ ഭാഗങ്ങൾക്കും മറ്റ് തെളിവുകൾക്കും വേണ്ടിയാണ് പരിശോധന നടത്തുന്നത്. നഴ്സിംഗ് ഹോമുകളിൽ കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി നഴ്സിംഗ് ഹോംസ് അയർലൻഡ്. 2040 ആകുമ്പോഴേക്കും 15,000-ലധികം കിടക്കകൾ നഴ്സിംഗ് ഹോമുകൾക്ക് വേണ്ടിവരുമെന്നും NHI. അയർലൻഡിലെ പൈതൃക കേന്ദ്രങ്ങളുടെ വികസനത്തിനായി 90 മില്യൺ യൂറോ 14 പ്രാദേശിക അതോറിറ്റികൾ ചേർന്നാണ് ഇത്രയും വലിയ തുക അനുവദിച്ചിരിക്കുന്നത്. ലോഫ്നീഗിലെ വെള്ളത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ അത്യാധുനിക ബഹിരാകാശ സാങ്കേതിക നിരീക്ഷണ സംവിധാനം പ്രയോജനപ്പെടുത്താൻ തീരുമാനം. ഈ സാങ്കേതിക വിദ്യയുടെ നിർമ്മാണത്തിനായി UK-യിലെ ബഹിരാകാശ ഏജൻസി 8 ലക്ഷം പൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. റഷ്യക്കെതിരെ യുക്രൈനിന് സൈനിക സഹായം നൽകി അയർലൻഡ്. വാഹനങ്ങളും ആയുധങ്ങളുമാണ് അയർലൻഡ് യുക്രൈൻ സൈന്യത്തിന് നൽകുന്നത്. അയർലൻഡിലുണ്ടായ ഭൂരിഭാഗം വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കും പിന്നിൽ വംശീയ വിരോധമെന്ന് പോലീസ്. 2021 ശേഷം ഇത്തരം സംഭവങ്ങളിൽ 24% വർധനവ് ഉണ്ടായി. കഴിഞ്ഞ വർഷമാകെ 676 വിദ്വേഷ കുറ്റകൃത്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. വീടുകളുടെ വില വർധനവ് തുടരുന്നു. അയർലൻഡിൽ വീടുകളുടെ വില വർധനവ് തുടരുന്നു. ഈ വർഷം ജൂലൈ വരെ വീടുകളുടെ വിലയിൽ 7.5% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ നെറ്റ് സീറോ പബ്ലിക് ബിൽഡിംഗ് വിക്ലോയിൽ. അയർലൻഡിലെ ആദ്യത്തെ നെറ്റ് സീറോ പബ്ലിക് ബിൽഡിംഗ് വിക്ലോയിൽ ന്യൂ ടൗൺ മൗണ്ട് കെന്നഡിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നെറ്റ് സീറോ കാർബൺ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കെട്ടിടങ്ങളാണ് നെറ്റ് സീറോ ബിൽഡിംഗ്. BNY കോർക്കിലെ ഓഫീസ് അടച്ചുപൂട്ടുന്നു. കൌണ്ടി കോർക്കിലെ ഓഫീസ് അടച്ചുപൂട്ടാൻ തീരുമാനിച്ച് അമേരിക്കൻ ധനകാര്യ സ്ഥാപനമായ BNY. 2027ഓടെ അടച്ചുപൂട്ടൽ നടപടികൾ പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയും പാകിസ്ഥാനും നിർണായക പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുമെന്നതാണ് ഈ ഉഭയകക്ഷി കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥ. ഓപ്പറേഷൻ സിന്ദൂറിന് പകരം വീട്ടുമെന്ന് ഭീഷണി മുഴക്കി ലഷ്കർ ഭീകരൻ സൈഫുള്ള കസൂരി. ജമ്മു കാശ്മീരും ഇന്ത്യൻ നദികളും അണക്കെട്ടുകളും മറ്റു പലതും പിടിച്ചെടുക്കുമെന്നാണ് കസൂരി പറയുന്നത്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് 6000-ഓളം പേരുടെ വോട്ടുകൾ ഇല്ലാതാക്കിയെന്ന് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള വ്യാജ ലോഗിനുകളും ഫോൺ നമ്പറുകളും ഉപയോഗിച്ചാണ് വോട്ടർ ഐഡികൾ ഇല്ലാതാക്കിയതെന്നും രാഹുൽ. തമിഴ്നാടിന് മേൽ കേന്ദ്രം സാംസ്കാരികവും ഭരണപരവുമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് സ്റ്റാലിൻ. BJPക്ക് സംസ്ഥാനത്ത് പ്രവേശനമില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു. സംസ്ഥാനത്ത് പാൽ വില കൂടുമെന്ന് മന്ത്രി ചിഞ്ചുറാണി. ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ വില വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹവും ശ്രീകോവിലിന്റെ ഭാഗങ്ങളും പുനരുദ്ധരിക്കുന്ന പ്രവൃത്തികൾ മുഖ്യതന്ത്രിയുടെ ഉപദേശമനുസരിച്ച് മാത്രമാകണമെന്ന് ഹൈക്കോടതി. ഫിഫ റാങ്കിങ്ങിൽ അർജന്റീനയ്ക്ക് 1ാം സ്ഥാനം നഷ്ടമായി. ഫിഫ റാങ്കിങ്ങിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് 1ാം സ്ഥാനം നഷ്ടമായി. ടീം 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. സ്പെയിൻ 1ാം സ്ഥാനത്തും ഫ്രാൻസ് 2ാം സ്ഥാനത്തും എത്തി. വ്യാജ പാകിസ്ഥാൻ ടീം ജപ്പാനിൽ. ഫുട്ബോൾ താരങ്ങളെന്ന വ്യാജേന ജപ്പാനിലേക്ക് കടക്കാൻ ശ്രമിച്ച 22 പേരെ പിടികൂടി നാടുകടത്തി. പാകിസ്ഥാൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിലാണ് ടീം ജപ്പാനിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. സംസ്ഥാനത്ത് മഴ കനക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അയർലൻഡിൽ താപനിലയിൽ വർധനവ്. അയർലൻഡിൽ താപനിലയിൽ വർധനവ് ഉണ്ടാകും. 16 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും താപനില രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.